നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല. യാത്രാ ദുരിതം നേരിട്ട് കുന്നുകര നിവാസികൾ. പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ പെരുമ്പാവൂരിലെ പദ്ധതി ഓഫീസിലെത്തി. അത്താണി മാഞ്ഞാലി റോഡിലെ അശാസ്ത്രീയ ടാറിംഗ് അപകടക്കെണിയാകുന്നു. ഒരു മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ 12ഓളം വാഹനാപകടങ്ങൾ നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഹെർബലി ടച്ച് ബദരിനാഥ് ആയുർവേദയുടെ ആസ്ഥാന മന്ദിരം പറമ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല. യാത്രാ ദുരിതം നേരിട്ട് കുന്നുകര നിവാസികൾ. പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ പെരുമ്പാവൂരിലെ പദ്ധതി ഓഫീസിലെത്തി. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനായി കുത്തിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ തയ്യാറാകാത്തതിന്റെ കെടുതി അനുഭവിക്കുകയാണ് കുന്നുകര പഞ്ചായത്ത് നിവാസികൾ. തകർന്ന തരിപ്പണമായ റോഡുകളിൽ അപകടങ്ങൾ പതിവായിട്ടും ബന്ധപ്പെട്ടവർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്ക്. മഴക്കാലം എത്തുകയും വിദ്യാലയങ്ങൾ തുറക്കുകയും ചെയ്യുന്നതോടെ ഇവിടങ്ങളിൽ യാത്രാക്ലേശം ഏറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നാട്ടുകാരുടെ പരാതികൾ പഞ്ചായത്ത് അധികൃതർ പലവട്ടം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും പെരുമ്പാവൂരിലെ ജലജീവൻ പദ്ധതി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾ മെറ്റലിട്ടു. മെറ്റലിട്ടതിന്റെ പേരിലാണ് ഞങ്ങൾ ഇത്ര അനുഭവിക്കുന്നത്. മെറ്റലിട്ട് കഴിഞ്ഞപ്പോ പിള്ളേര് ബൈക്കുമേന്ന് വീഴുന്നതും ഇപ്പൊ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കുഴികൾ കംപ്ലീറ്റ് വെള്ളമാണ്. കുഴി ഏതാ കുണ്ട് ഏതാന്ന് അറിയാൻ പാടാത്ത രീതിയിലാണ്. ഇനി ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടീനെ അവിടെ കൈ കൊണ്ട് എടുക്കൂല, നിങ്ങൾ വന്ന് എടുക്കേണ്ടി വരും. കാരണം 3 പേര് എന്റെ വാർഡിൽ നിന്ന് ഹോസ്പിറ്റലായിരിക്കും. ഇനിയൊരു അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അത് എന്ത് വേണ്ടി ഞങ്ങള് നടുറോട്ടിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ പോലും ഞങ്ങൾ ഇതിന്റെ പിന്നീട് മാറില്ല. നിങ്ങളുടെ മെറ്റൽ കംപ്ലീറ്റ് റോഡിൽ നിരത്തി ഞങ്ങൾ ഒരാഴ്ചയും കൂടി ഞങ്ങൾ സമയം തരും. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന മെറ്റൽ റോഡിൽ പട്ടം നിരത്തും. റോഡ് 3 മീറ്റർ എന്റെ വാർഡിൽ ചെയ്യാനുള്ളൂ. എന്റെ വാർഡിന്റെ പരിധിയിൽ ഈ 3 മീറ്റർ അവർ എന്തുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി? ഈ 3 മീറ്ററിന്റെ പരിധിയിലാണ് ഈ 3 കുട്ടികൾ വീണേക്കണേ. നിങ്ങൾക്ക് ചിരി വരും, നിങ്ങൾക്ക് ചിരി വരും, പക്ഷെ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവാം. സ്ത്രീകളെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിബി പുതുശ്ശേരി, സിജി വർഗീസ്, കവിത വി ബാബു, പഞ്ചായത്ത് അംഗം മിനി പോളി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R അനിൽ, സബർമതി ചെയർമാൻ കരീം കാനോടൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി ഹുസൈൻ എന്നിവരാണ് ജലജീവൻ ഓഫീസിലെത്തിയത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു സി നായരുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു പറഞ്ഞു. കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ നമ്മുടെ കുന്നുകര പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ കോൺഗ്രസിൻ്റെ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകരും കൂടി ഇന്ന് ജലജീവൻ പെരുമ്പാവൂരിലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കുറേ നാളുകളായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിലും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ എന്ന നിലയിലും ഞങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം തേടി ഞങ്ങൾ എന്നും ഇതുപോലുള്ള ഓഫീസുകൾ കയറിയിറങ്ങുകയല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈയുടെ ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടി വരികയും അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ എഗ്രിമെൻ്റ് ഈ 18 കോടി രൂപയുടെ 2 പഞ്ചായത്തിലും കൂടി റോഡ് രജിസ്ട്രേഷനുള്ള 18 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും എഗ്രിമെൻ്റ് തൊട്ടടുത്ത ദിവസം തന്നെ വെച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ റോഡുകളും അറ്റകുറ്റപ്പണി ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ മറുപടി. അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ഈയോട് സംസാരിച്ച് മടങ്ങുകയാണ്. അതേസമയം പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറാകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് R അനിൽ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്
പെരുമ്പാവൂരുള്ള ജൽജീവൻ പദ്ധതിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ ഇന്നത്തെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള സത്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കുകയാണ്. കാരണം കുന്നുകര പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കുറ്റം പറയുന്നത് മുഴുവനും കുന്നുകര പഞ്ചായത്തിനെയാണ്. പ്രിയപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എല്ലാ ജനപ്രതിനിധികളും കൂടി ഉൾപ്പെടെയാണ് ഞങ്ങളിപ്പോൾ വാട്ടർ അതോറിറ്റി ഓഫീസ് വന്നിരിക്കുന്നത്. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവന് എന്തുകൊണ്ട് ഒരു ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ സർക്കാരിനെ കൊണ്ട് കഴിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം എന്തിന് ഈ സാധാരണക്കാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു? കാരണം കുന്നുകര പഞ്ചായത്തിൽ ഞങ്ങളിപ്പോൾ വന്നതിൻ്റെ കാരണം ഒരിക്കലും രാഷ്ട്രീയമല്ല, പറയുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല. കാരണം ഈ വരുന്ന ജൂൺ മാസം മുതൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ എത്ര വണ്ടികൾ തള്ളി നീക്കിയെന്നറിയാമോ? ഈ തവണ ഇനി ഈ പുതിയ യൂണിഫോം ഇട്ട് കുട്ടികൾ വരുമ്പോൾ പല സ്കൂൾ ബസ്സുകളും ആ മേഖലയിലേക്ക് വരാത്തൊരു സാഹചര്യമുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണണം. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വഴിയിലൂടെ നടന്നു പോകാനുള്ള സാധാരണ രീതിയിലൂടെ നടന്നു പോകാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകണം. വാഹനങ്ങൾക്ക് പോകാനില്ലെങ്കിൽ പോലും നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വളരെ രീതിയിലുള്ള സമര രീതികളുമായിട്ട് ഞങ്ങൾ ഈ ഓഫീസിന് മുന്നിൽ ഇനി വരുന്ന 7 ദിവസത്തിനുള്ളിൽ ഇതിന് പരിഹാരം വ്യക്തമായ മറുപടി കോൺഗ്രസ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ കുന്നുകര കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായ മറുപടികളുമായിട്ട് ശക്തമായ സമരങ്ങളുമായിട്ട് ഈ ഓഫീസിന് മുന്നിൽ ഉണ്ടാവും എന്നുള്ള താക്കീത് കൂടി നൽകിയിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. അത്താണി മാഞ്ഞാലി റോഡിലെ അശാസ്ത്രീയ ടാറിംഗ് അപകടക്കെണിയാകുന്നു. ഒരു മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ 12ഓളം വാഹന അപകടങ്ങൾ നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടുന്നതിനായി കുത്തിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി ടാറിംഗ് നടത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. കുത്തിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ലെന്ന പരാതി ഉയർന്നപ്പോൾ രാത്രിയിൽ തിരക്കിട്ട് ടാറിംഗ് നടത്തിപ്പോയതിന്റെ പരിണിത ഫലമാണിത്. അടുവാശ്ശേരി മുതൽ മാഞ്ഞാലി വരെ ചെയ്ത ടാറിംഗ് തീർത്തും അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടുന്നതിനായി കുത്തിപ്പൊളിച്ച 2 മീറ്റർ ഭാഗത്ത് പുതിയതായി ചെയ്ത ടാറിങ്ങിന് നിലവിലെ റോഡിൽ നിന്നും ഉയരക്കൂടുതൽ ഉള്ളതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഇരുചക്ര വാഹന യാത്രികരാണ് അപകടങ്ങളിൽ പെടുന്നവരിൽ ഏറെയും. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനായി ഇരുചക്ര വാഹനങ്ങൾ പൊടുന്നിനെ തിരിക്കുമ്പോഴാണ് റോഡിലെ എഡ്ജിൽ തട്ടി മറിയുന്നത്. അടുവാശ്ശേരി മുതൽ മാഞ്ഞാലി വരെ ഇതിനകം 12ഓളം അപകടങ്ങൾ നടന്നതായി മുൻ പഞ്ചായത്ത് അംഗം CU ജബ്ബാർ പറഞ്ഞു. കുന്നുകര JBSന് സമീപം റോഡിനോട് ചേർന്ന് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് മതിൽ കെട്ടുന്നതായും CU ജബ്ബാർ ആരോപിച്ചു. അത്താണി മാഞ്ഞാലി റോഡിൽ ഏതാണ്ട് അടുവാശ്ശേരി മുതൽ മാഞ്ഞാലി വരെയുള്ള ഭാഗങ്ങളിൽ ഏതാണ്ട് 2 മീറ്റർ വീതിയിലുള്ള ആ ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗത്ത് ആവറേജ് 2 മീറ്റർ വീതിയിലാണ് ടാറിംഗ് നടത്തിയിരിക്കുന്നത്. ആ ടാറിംഗ് നടത്തിയിരിക്കുന്നത് തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ്. കാരണം ഏതാണ്ട് എല്ലാ റോഡിൻ്റെ സൈഡുകളിലും ബീഡിങ് പോലെ ഇരിക്കുകയും സാധാരണ ചെറിയ വാഹനങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പോകുമ്പോൾ അത് വഴിതെറ്റി അതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റാതെ ആളുകളെ 2 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ സ്ഥലം ഒഴിവാക്കിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. കാറുകളായാലും അതല്ലെങ്കിൽ 2 വീലറായാലും ആ 2.5 മീറ്റർ സ്ഥലം ഏതാണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ റോട്ടിൽ കൂടി ഇപ്പോൾ യാത്ര നടത്തുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാടാണ്. ഇപ്പോൾ ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഏതാണ്ട് 10-12ഓളം അപകടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങൾ നടന്ന് ഓരോരുത്തർ ആസ്പത്രിയിൽ ഇപ്പോഴും സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കൈയൊഴിഞ്ഞെടുക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ചികിത്സയിലിരിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 10-15 വർഷമായി ഇവിടെ വലിയൊരു അപകടം നടന്ന് ഇവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. ഇതൊക്കെ വാഹനങ്ങൾ ഇടിച്ചിട്ടാണ് ഈ വളവിൽ ഈ കെട്ടിടം തകർന്നു പോയതിന് ശേഷം അത് ഉപയോഗശൂന്യമായി ഏതാണ്ട് 10-15 വർഷം ആയതിങ്ങനെ കിടക്കുന്നത്. ഇപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ വളരെ അർജൻറ്റായി, അതായത് പഞ്ചായത്ത് ഓഫീസും മറ്റു ഉദ്യോഗസ്ഥരും ഇല്ലാത്തൊരു സമയത്ത് അത് രാത്രിയും പകലുമൊക്കെ ആയിട്ട് മതിൽ കെട്ടി പൊക്കിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ 2 വശത്തു കൂടെ റോഡ് സ്ഥിതി ചെയ്യുന്നതാണ്. അതല്ലാതെ ഒരു വശത്ത് മാത്രമല്ല റോഡ്, ഈ സ്ഥലത്തിൻ്റെ 2 വശത്ത് റോഡ് സ്ഥിതി ചെയ്യുന്നതാണ്. റോഡ് നിയമങ്ങൾ നമുക്കറിയാം, ബിൽഡിംഗ് നിയമങ്ങളനുസരിച്ച് നമുക്കിവിടെ ഒരു പെർമിറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ മതിലൊക്കെ നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ അനുമതി ലഭിക്കണം. അതിൻ്റെ അനുമതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തിൻ്റെ അവരുടേതായ കൈവശഭൂമിയാണെന്നും അതിൻ്റെ സ്കെച്ചും പ്ലാനും ഒക്കെ അവതരിപ്പിച്ച് നമ്മൾ വീട്ടിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും മതിൽ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പെർമിറ്റ് വാങ്ങണം. ഇതിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ പെർമിറ്റ് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അനധികൃതമായിട്ടാണ് ചെയ്തതെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമുക്ക് കാണുന്നത്
നമുക്ക് അത്താണി മാഞ്ഞാലി റൂട്ടിൽ BMBC ചെയ്തിട്ടിരിക്കുന്ന ആ റോഡിൻ്റെ സൈഡിൽ 2 വശത്തു കൂടിയും റോഡുള്ള ആ സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ ആളുകൾക്ക് യാത്രാ ദുരിതം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ റോഡിന് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ മതിലെട്ടിയിരിക്കുന്നത്. ഹെർബൽ ടച്ച് ബദ്രിനാഥ് ആയുർവേദ ആസ്ഥാന മന്ദിരം പറമ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമായി ഭക്ഷണം, വ്യായാമം, ഔഷധ സേവ എന്നിവയുടെ ക്രമീകരണത്തിലൂടെ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹെർബൽ ടച്ച് ബദ്രിനാഥ് ആയുർവേദയുടെ ആസ്ഥാന മന്ദിരം നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ കാലത്തിൻ്റെ വിപണിയുടെ ഏറ്റക്കുറച്ചിലുകളെ, മാറ്റങ്ങളെയൊക്കെ വളരെ ശക്തമായി നിരീക്ഷിക്കുകയും അതിന് തങ്ങളുടെ പ്രോഡക്റ്റിന് ആവശ്യമായ മാറ്റങ്ങൾ യഥാസമയം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ്. വിപണിയെ പഠിക്കുക എന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം ബ്രില്യൻസ് അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ബഹ്റൈൻ എയർപോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് ചെയ്തതിൻ്റെ ലീഡർ കൂടിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട വിനോദ്. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഇൻ്റർനാഷണൽ ഒരു അന്തർദേശീയ പദ്ധതികൾ, ഇൻ്റർനാഷണൽ പ്രോജക്റ്റുകൾ നിർവഹിച്ചതിൻ്റെ കരുത്ത്, അതിൻ്റെ അനുഭവ സമ്പത്ത് നിശ്ചയമായും ഹെർബൽ ടച്ചിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംരംഭമായി, വ്യവസായമായി യഥാർത്ഥത്തിൽ ഇവിടെ ഇത് മാറും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 ഉൽപ്പന്നങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച ഹെർബൽ ടച്ച് ബദ്രിനാഥ് ആയുർവേദ ഇപ്പോൾ 300-ൽ പരം ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുന്നുണ്ടെന്ന് CEO വിനോദ് കുമാർ പറഞ്ഞു. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ, രാജൻ വൈദ്യർ, വ്യോമയാന വ്യവസായ വിദഗ്ധൻ വിനോദ് പീതാംബരൻ, ആയുർവേദ ഡോക്ടറും സ്ത്രീ ശാക്തീകരണ പ്രവർത്തകയുമായ ഡോക്ടർ PR രചന എന്നിവർ സംസാരിച്ചു. 42 വർഷം മുമ്പ് ശ്രീ CR രാജൻ, ഇന്നത്തെ വേദിയിലെ അധ്യക്ഷനും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനുമായ രാജനങ്കിൾ തുടങ്ങി വച്ച ബദ്രിനാഥ് ഹെർബൽ പ്രൊഡക്ട്സ് എന്ന ആയുർവേദ ഉൽപ്പന്നങ്ങൾ, ഗുണമേന്മയുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭം ഇന്ന് ലോകമൊട്ടാകെ അറിയുന്ന ഒരു സംരംഭമായി മാറുകയാണ്. ഏകദേശം ഒരു 4 വർഷം മുമ്പ് ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ രാജനങ്കിൾ എന്നാണ് വിളിക്കുന്നത്, രാജനങ്കിളുമായിട്ട് പരിചയപ്പെടുകയും അന്ന് ഞാൻ വിദേശത്തായിരുന്നു. അന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് അങ്കിൾ പറഞ്ഞ കുറച്ചധികം പ്രൊഡക്റ്റുകൾ അങ്കിളുടേതായി, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ അനുഭവ പരിചയം കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും സ്പെഷ്യൽ മെഡിസിൻ കാറ്റഗറിയിലുള്ള ലൈസൻസുമുണ്ട്. അതെനിക്ക് വളരെയധികം കൗതുകം ഉളവാക്കുന്നൊരു അറിവായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അത് കഴിഞ്ഞ് വന്ന ഒരു വെക്കേഷനിൽ അങ്കിളുമായിട്ട് സംസാരിക്കുകയും നാട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു മാർക്കറ്റിംഗ് സംരംഭത്തിന് സ്കോപ്പുണ്ടെന്നും അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം 100% അനുഗ്രഹത്തോടു കൂടി അതിന് സമ്മതിച്ചു. കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസം വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ട മാസമായിരുന്നു. എന്നിരുന്നാലും ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമ്മൾ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉന്നം വെച്ചു. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമെന്നോണം കറക്റ്റ് 6-ാം മാസമായപ്പോഴത്തേക്കും നമ്മളുടെ ബിസിനസ് പച്ച പിടിച്ചു തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പറ്റം, അല്ലെങ്കിൽ ഇന്ന് നേരത്തെ അങ്കർ സൂചിപ്പിച്ച പോലെ, ഏഞ്ചൽ സൂചിപ്പിച്ച പോലെ 200ഓളം പേരുള്ള ഒരു ടീമായി ഇന്ന് വളരാൻ നമ്മളുടെ മൊത്തം ഗ്രൂപ്പിന് സാധിച്ചു. SNDP പറവൂർ യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന് മെയ് 18-ന് തുടക്കമാകും. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുദേവ ദർശനങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി പറവൂർ SNDP യൂണിയൻ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ദർശനോത്സവം മെയ് 18, 19 തീയതികളിൽ യൂണിയൻ ഓഫീസിന് സമീപം നടക്കും. പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള 72 ശാഖകളുടെയും
വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, വൈദിക യോഗം, എംപ്ലോയീസ് ഫോറം, പെൻഷേഴ്സ് ഫോറം, സൈബർ സേന എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മെയ് 18 ശനിയാഴ്ച രാവിലെ 11 യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മന്ത്രി പി രാജു ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടിയിൽ ഫാദർ ഡേവിസ് ചിറമേൽ പ്രഭാഷണം നടത്തും. രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ 10 മുൻകാല യൂണിയൻ നേതാക്കളുടെ അനുസ്മരണം SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന പരിപാടിയിൽ നിമിഷ ജിബിലീസ് പ്രഭാഷണം നടത്തും. വൈകിട്ട് 3 നടക്കുന്ന സമാപന സമ്മേളനം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയായിരിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി SNDP യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂണിയൻ സെക്രട്ടറി ഷൈജു മരക്കപ്പടി, പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ, യോഗം ഡയറക്ടർ PS ജയരാജ, ബിനു, D പ്രസന്നകുമാർ, KB സുഭാഷ്, കണ്ണൻ കൂട്ടുകാട്, നാഗേഷ്, D ബാബു എന്നിവർ പങ്കെടുത്തു. ഗുരുഭക്തരിൽ ഗുരുദേവനെക്കുറിച്ചുള്ള ഗുരുദേവ കൃതികളെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥികളായ മക്കളിൽ ഒരു അവബോധം ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വർഷം തോറും ദർശനോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം അത് മുൻ വർഷങ്ങളേക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ കൂടുതൽ പ്രഭാഷകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ പറവൂർ താലൂക്കിൽ വന്ന് പ്രഭാഷണം നടത്താത്ത പുതിയ മുഖങ്ങളെയാണ് നമ്മൾ ഇത്തവണ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ദർശനോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും ഇവിടുത്തെ ഈ ദർശനോത്സവത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് പറവൂർ SNDP യൂണിയൻ്റെ കീഴിലുള്ള വൈദിക യോഗം എന്ന സംഘടനയാണ്. പൂജാരിമാരുടെ സംഘടനയായ വൈദിക യോഗമാണ് ആ ചടങ്ങുകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരേ സമയം 5 പൂജാരിമാരിരുന്നുകൊണ്ട് ശിവഗിരി കുന്നിൽ രാവിലെ 5:40 ആരംഭിക്കുന്ന പൂജകൾ അപ്പാടെ അനുവർത്തിച്ചുകൊണ്ട് അത് സമർപ്പണം ചൊല്ലുന്നതുവരെയുള്ള പൂജാതി കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൂടാതെ കുടുംബൈശ്വര്യ പൂജ എന്ന് പറയുന്നത് കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പേരും നാളും ഒക്കെ വെച്ചുകൊണ്ട് കുടുംബൈശ്വര്യ പൂജ സെപ്പറേറ്റ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറവൂർ SNDP യൂണിയൻ ഈ വർഷം നടത്തുന്ന ഏറ്റവും മഹനീയമായ ചടങ്ങ് എന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഈ പറവൂർ SNDP യൂണിയൻ്റെ പരിധിക്കുള്ളിലെ ജാതിമത ഭേദമന്യേ ആ നാട്ടിലെ അവശത അനുഭവിക്കുന്നവരുടെ പേരും നാളും എഴുതിയെടുക്കാൻ അതിന് പ്രത്യേകിച്ചൊരു പൂജയ്ക്ക് വേണ്ടി ഒരു പണം വാങ്ങാതെ തന്നെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജ നടത്താൻ പറവൂർ SNDP യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂജ നടത്തുന്നത് ഒരുമിച്ച് നടത്തുകയല്ല, തരുന്ന കൂപ്പണിൻ്റെ ആ എല്ലാവരുടെയും പേരും നാളും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നടത്തുകയും പ്രത്യേകിച്ച് ഈ വയ്യാതിരിക്കുന്നവർ അവരുടെ മനഃശാന്തിക്ക് വേണ്ടിയുള്ള പൂജകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല. യാത്രാ ദുരിതം നേരിട്ട് കുന്നകര നിവാസികൾ. പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ പെരുമ്പാവൂരിലെ പദ്ധതി ഓഫീസിലെത്തി. അത്താണി മാഞ്ഞാലി റോഡിലെ അശാസ്ത്രീയ ടാറിംഗ് അപകടക്കെണിയാകുന്നു. ഒരു മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ 12ഓളം വാഹനാപകടങ്ങൾ നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഹെർബലി ടച്ച് ബദരിനാഥ് ആയുർവേദയുടെ ആസ്ഥാന മന്ദിരം പറമ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.